2024 ജെയ്മെയിൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ സമാനതകളില്ലാത്ത വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ ഒരു സക്സസിന്റെ സീക്രട്സിനെ കുറിച്ച് പങ്കുവെക്കുന്നതിനും അതോടൊപ്പം 2025 റിപ്പീറ്റേഴ്സ് ജെയ്മെയിൻ അഡ്വാൻസ് പ്രോഗ്രാമുകളെ കുറിച്ച് പറയുന്നതിനുമായി നമ്മോടൊപ്പം ജെയ്മെയിൻ IIT പ്രോഗ്രാമുകളുടെ കോർഡിനേറ്റർ ബിനോയ് സാറും ബിനിൽ സാറും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഞാൻ ആദ്യമേ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു സാർ ഈ വർഷത്തെ ബ്രില്യൻ റിസൾട്ട്? തകർപ്പൻ ജയം. തകർപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്ഷൻ, എതിരില്ലാത്ത വിജയം. എക്സാക്ട്ലി. നമുക്ക് എതിരാളികളില്ല. ജെയ്മെയിൻ അഡ്വാൻസ്ഡിൽ നമുക്ക് കേരളത്തിൽ എതിരാളികളില്ല. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലാണ് കോമ്പറ്റ് ചെയ്യുന്നത്. ആ ലെവലിലേക്ക് നമ്മുടെ സ്ഥാപനം വളർന്നു കഴിഞ്ഞു, റിസൾട്ട് വളർന്നു കഴിഞ്ഞു. നമ്മുടെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമായിട്ട് ഇരട്ടിയോളമാണ് റിസൾട്ട് വർദ്ധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുമാണ് കോമ്പറ്റ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ എതിരാളികളായിട്ട് ഓരോ വർഷവും നമ്മുടെ റിസൾട്ട് തന്നെയാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല വിനയ് സാർ? വിനയ് സാർ ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ റിസൾട്ട് ഒന്ന് നമ്മുടെ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2023 99.9% മുകളിൽ 9 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 15 പേരായിട്ട് ഉയർന്നിരിക്കുകയാണ്. 9 15 കയറി. കഴിഞ്ഞ വർഷം 99% മുകളിൽ 125 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 350 ഉയർന്നിരിക്കുകയാണ്. 125 കഴിഞ്ഞ വർഷം 98% മുകളിൽ 444 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 790 ഉയർന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം 97% മുകളിൽ 690 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 1250 ഉയർന്നിരിക്കുകയാണ്. റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 95% മുകളിൽ 1200 കുട്ടികളായിരുന്നു. ഈ വർഷം അത് 2300 ഉയർന്നിരിക്കുകയാണ്. ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 1825 കുട്ടികളായിരുന്നു ക്വാളിഫൈ ചെയ്ത്. ഈ വർഷം അത് 3450 ഉയർന്നിരിക്കുകയാണ്. അതായത് കേരളത്തിന്റെ റിസൾട്ടിന്റെ ഒരു 80% മുകളിൽ നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എതിരാളികളില്ല. ജൈത്രയാത്ര പോവുകയാണ്. നമ്മൾ തന്നെ കോമ്പറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉത്തരവാദിത്വം കൂടി. ഇനി ഇത് അടുത്ത കൊല്ലം ബ്രേക്കപ്പ് ചെയ്യണം. സാർ, ഞാൻ ചോദിക്കട്ടെ, അത് ശരിക്കും എന്നു മുതലാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് ഇത്ര മാത്രം പ്രാധാന്യം അതൊരു നാഷണൽ ലെവലിൽ കൊടുത്തു തുടങ്ങിയത്? അത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു IIT ബാച്ച് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ 2008 കാലഘട്ടത്തിലാണ് നമുക്ക് IIT ബാച്ച് എന്നുള്ള ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് IIT ബാച്ച് തുടങ്ങിയത്. അതിന് മുമ്പുണ്ട്. 1984 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെറുതായിട്ട് തുടങ്ങി. പിന്നെ ഇങ്ങനെ കയറി വരികയാണ്. അന്നൊരു പക്ഷേ കീമായിരുന്നു, ഏറ്റവും പ്രധാന കീമായിരുന്നു. പിന്നെയാണ് ഈ അഡ്വാൻസ് ബാച്ച് IIT ബാച്ചിലോട്ട് വന്നത്. അതിൽ പിന്നെയാണ് നമുക്ക് ഓരോ വർഷവും ഫസ്റ്റ് റാങ്കുകൾ കിട്ടി വരാൻ തുടങ്ങിയത്. നമ്മൾ 2005 നിനോയ് ജോബിലൂടെയാണ് കേരള എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്ക് തുടക്കമിട്ടത്. അതിനുശേഷം 2011 ദിലീപ് കെ കൈനകരയാണ് നേടിയത്. 2012 ബിനു ജോർജ്. 2013 ആൽബിൻ ജോസ്. 2014 റിതുൽ പി ആയിരുന്നു. പിന്നെ 2016 രാം ഗണേഷ്. 2018 അമൽ മാത്യു ആയിരുന്നു. 2019 വിഷ്ണു വിനോദ് ആയിരുന്നു. 2020 വരുൺ KS ആയിരുന്നു. 2021 ഫൈസ് ഹാഷിം. 2022 വിശ്വനാഥ് വിനോദ്, നമ്മുടെ വിഷു വിനോദിന്റെ സഹോദരൻ അനിയനായിരുന്നു. വിശ്വനാഥ് വിനോദായിരുന്നു 1ാം റാങ്കുകാരൻ. 2023 സഞ്ജയ് പി മല്ലാർ. 2024 റിസൾട്ട്, ആദ്യ റിസൾട്ട് വന്നപ്പോൾ, ജെയ്മെയിൻ റിസൾട്ട് വന്നപ്പോൾ പതിവ് തെറ്റിയിട്ടില്ല. 1ാം റാങ്കോടെ തന്നെയായിരുന്നു നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിസ് റഹ്മാൻ കേരളത്തിലെ 1ാം റാങ്ക് നേടിക്കൊണ്ട് ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ്. അർദ്ധരാത്രിയിലാണ് റിസൾട്ട് വന്നതെങ്കിലും ആ ഒരു സമയത്തും ബ്രില്യൻ ഫാമിലിയോടൊപ്പം ചേർന്ന് നിന്ന് ഹാഫിസ് റഹ്മാനും ഫാമിലിയും ബ്രില്യൻറ്റിലേക്ക് വരികയും ഡയറക്ടേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും അധ്യാപകരെയൊക്കെ കാണുകയും ചെയ്തു. ആ ഒരു സന്തോഷമാണ് ബ്രില്യൻറ്റും അധ്യാപകരും സ്റ്റുഡൻസും ചേരുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും വന്നില്ല. അർദ്ധരാത്രിയിലാണെങ്കിലും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ലായിരുന്നു. കേക്ക് മുറിച്ച് തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ആഘോഷം കുറിച്ചിരിക്കുകയാണ്. സാർ, ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജെയ്മെയിൻ കോച്ചിങ്ങും ഉണ്ട്, അഡ്വാൻസ്ഡ് കോച്ചിങ്ങും ഉണ്ട്. സാർ, ശരിക്കും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഏത് കാറ്റഗറിയിലുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം? ആക്ച്വലി സാർ പറഞ്ഞ പോലെ 2 ടൈപ്പ് ബാച്ചാണ്, മെയിൻ ബാച്ചും അഡ്വാൻസ് ബാച്ചും. മെയിൻ ബാച്ച് എന്ന് പറഞ്ഞാൽ കീമും കുസാറ്റും മെയിനും ഫോക്കസ് ചെയ്യുന്നതാണ് മെയിൻ ബാച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഡ്വാൻസ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമും അതുപോലെ മെയിനും അഡ്വാൻസും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് അഡ്വാൻസ് ബാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൻ എന്ന് പറയാൻ NIT ഫോക്കസ് ചെയ്യുന്നു. അഡ്വാൻസ് ബാച്ച് എന്ന് പറഞ്ഞാൽ IIT ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അതിനൊപ്പം വരും. IIT ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് IITs ഉണ്ട്, അതുപോലെ തന്നെ NITs ഉണ്ട്, IIITs ഉണ്ട്, IIST ഉണ്ട്, ഐസർ ഉണ്ട്, നൈസർ ഉണ്ട്, ഇങ്ങനെയുള്ള ബിറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഫോക്കസ് ചെയ്താണ് അഡ്വാൻസ് ബാച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പം ഒരു വിദ്യാർത്ഥി ജെയ്മെയിന് പഠിച്ചു,
ഇപ്പോൾ അവന് ജെ അഡ്വാൻസ്ഡ് ആണ് പഠിക്കാനായിട്ട് താല്പര്യം, അത്യാവശ്യം നല്ലൊരു സ്കോർ ജെയ്മേന് ആ ഒരു വിദ്യാർത്ഥിക്ക് സെഷൻ 1 കിട്ടിയെന്ന് കരുതുക, എന്തായിരിക്കും ബാക്കിയുള്ളൊരു പ്രൊസീജിയർ? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സെഷൻ 1, അപ്പോൾ നമ്മുടെ ജെയ്മെയിൻ ബാച്ച് ആയിക്കോട്ടെ ജെ അഡ്വാൻസ്ഡ് ബാച്ച് ആയിക്കോട്ടെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യം നടക്കാൻ പോകുന്ന ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഫസ്റ്റ് ജെയ്മെയിനാണ്. ആ ജെയ്മെയിനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ ആ ജെയ്മെയിൻ വരെയുള്ള പ്രിപ്പറേഷനാണ് സ്വല്പം വ്യത്യാസത്തിൽ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പഠിച്ചിട്ട് അത്യാവശ്യം നല്ല സ്കോറൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ ബേസുമായിട്ട് വരുന്നുള്ള നമ്മൾ IIT ബാച്ചിലേക്ക് ഈ നോളാൻ പറയും. അല്ലാത്ത കുട്ടികൾ ജെയ്മെയിൻ ബാച്ചിട്ട് നമ്മൾ ബേസ് കൊടുക്കുകയാണ്. IIT ബാച്ച് നമ്മൾ ബേസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത്രയും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി ഇപ്പം ഞങ്ങൾ ക്രൈറ്റീരിയ വെച്ച് 85% ഉള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 85% കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, നല്ലൊരു വിദ്യാർത്ഥിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ബേസ് ഉണ്ട്. അപ്പോൾ അല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ആ ബേസ് കൊടുത്ത് 2 കൂട്ടരെ നമ്മൾ ആദ്യ സെഷൻ ജനുവരിയിലെ ഫസ്റ്റ് സെഷനിൽ നല്ലൊരു സ്കോർ കിട്ടത്തക്ക രീതിയിൽ പ്രാപ്തരാക്കുക എന്നുള്ള. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജെയ്മെയിൻ ബാച്ച് ചെയ്യുന്ന കുട്ടി ആയിക്കോട്ടെ, അപ്പോൾ അവനൊരു നല്ല പെർസെൻറ്റേജ് സ്കോർ ഒരു NIT അഡ്മിഷൻ കിട്ടാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് സ്കോർ ആദ്യ സെഷനിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി നമുക്ക് 4-5 മാസം ഉണ്ട് അഡ്വാൻസ് വരെ. തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അഡ്വാൻസിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുകയാണ്. അതാണ് 2 കൂട്ടർക്കും കൊടുക്കും. ജെയ്മെയിൻ ബാച്ചിലെ കുട്ടി ചിലർക്ക് സംശയമുണ്ട്, NIT ബാച്ച് ജെയ്മെയിൻ ബാച്ചിൽ നിന്ന് പഠിച്ചാൽ IIT കോച്ചിങ് കിട്ടാതിരിക്കുമോ? ഉറപ്പായിട്ടും കിട്ടും. അതായത് നമ്മൾ ആദ്യ സെഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് തീരുമാനിക്കാം ഏത് വേണമെന്നുള്ളത്. അവർക്ക് നമ്മൾ പറയും പെർഫോമൻസ് മെച്ചപ്പെടണം. കാരണം അവർ വന്നിട്ട് ലക്ഷ്യം നേടിയെടുക്കണമല്ലോ. തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് വന്നിരിക്കുന്നത് അവർക്ക് ലക്ഷ്യമുണ്ട്. ഒന്നെങ്കിൽ IIT അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ NIT എടുക്കുക. അതുപോലെ സാറ് പറഞ്ഞ പോലെ കുറേ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ നഷ്ടം വരരുത്. അപ്പോൾ അതിനുള്ള നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിയോട് പറയും. അപ്പോൾ ആദ്യം തീരുമാനിക്കുന്ന ആദ്യ സെഷൻ ജനുവരിയിലെ സെഷനിലെ പെർഫോമൻസ് ആണ് പ്രധാനമായിട്ട്. അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ജെയ്മെയിൻ ബെസ്റ്റ് ജെയ്മെയിൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുദ്രാവാക്യം ഫസ്റ്റ് മെയിൻ ജസ്റ്റ് മെയിൻ. ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജൂണിൽ ക്ലാസ് തുടങ്ങി അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. സർ, 2024 ജെയ്മെയിൻ സെഷൻ 1 വെച്ച് നോക്കുമ്പോൾ ഇതിലും മികച്ച വിജയമാണ് സെഷൻ 2 ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ ലഭിച്ചത്. സർ, ശരിക്കും എന്താണ് ഈ സെഷൻ 1 ശേഷം സെഷൻ 2 മുമ്പായിട്ട് ബ്രില്യൻറ്റിൽ നടന്നത്? വല്ല ബൂസ്റ്റർ ഡോസ് പ്രോഗ്രാംസ് വല്ലതും ഇവിടെ നടന്നിരുന്നു? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫസ്റ്റ് സെഷൻ്റെ റിസൾട്ട് തന്നെയാണ്. കുട്ടികളെല്ലാവരും അവർ പ്രതീക്ഷിച്ചതിനപ്പുറം ആദ്യ സെഷനിൽ തന്നെ ഇത്രയും 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് പഠിച്ച് അവർ ആദ്യം തന്നെ ഒരു നല്ല സ്കോർ നേടി. അതൊരു ബൂസ്റ്റപ്പ് തന്നെയാണ്. പിന്നെ ആ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ റിവിഷൻ മെറ്റീരിയൽസ് തയ്യാറാക്കി എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ്. അതെ, റിവിഷൻ മെറ്റീരിയൽ കൊടുത്തു. അതേപോലെ തന്നെ ബാക്കി പരീക്ഷകൾ, അതിന്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ, ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനെ ബാക്കി ഒരു പരമ്പര തന്നെയായിരുന്നു സെക്കൻഡ് ജെയ്മെയിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയത്. സർ, ഈ ഒരു റിസൾട്ട്, അതായത് ഒരു വിദ്യാർത്ഥി എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവിടുത്തെ റിസൾട്ടാണ്. ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് റിസൾട്ട് 100% ഓക്കെയാണ്, 100% ജെന്യുവൻ ആണ്. സോ ഈ വർഷം 2025 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജെയ്മെയിൻ ജെ അഡ്വാൻസ്ഡ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ബ്രില്യൻറ്റ് ഈ വർഷം തയ്യാറാക്കി വെച്ചത്? സാർ പറഞ്ഞു തിരുത്തുക, ആദ്യം നോക്കേണ്ട റിസൾട്ടാന്ന് പറഞ്ഞു. ആദ്യമല്ല, റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. ആദ്യം അവസാനം റിസൾട്ട് നോക്കിയാൽ മതി. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സാധനം കൊടുത്തുമ്പോൾ കിട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. വേറെ എന്ത് കൊടുത്തില്ല, റിസൾട്ട് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കുക, റാങ്ക് മേടിക്കുക നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റിസൾട്ടാണ് ഏറ്റവും കാര്യം. ആ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ചുമ്മാ റിസൾട്ട് കിട്ടത്തില്ല. റിസൾട്ട് നല്ല കുട്ടികൾ വരുന്നു, ആ നല്ല കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ ഇട്ട് കൊടുക്കും. കുട്ടികൾ പഠിക്കുന്നു, അവർക്ക് എന്താ ആവശ്യം സപ്പോർട്ട് കൊടുക്കും. ബാക്കി നമ്മുടെ കാര്യങ്ങൾ, ബിൽഡിങ്ങുകൾ, ലൈബ്രറി, എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടല്ലോ. ആ കുട്ടികൾ വന്ന് നമ്മുടെ റിസൾട്ട് കാണുന്നു, ആ റിസൾട്ട് വന്ന് കുട്ടികൾ നോക്കി റിസൾട്ട് ഉള്ളത് പഠിക്കാൻ നമ്മൾ പറയുന്നത്. റിസൾട്ടിലെ പറഞ്ഞാൽ റിസൾട്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല, റാങ്ക് ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ റിസൾട്ട് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പരസ്യം കാണിച്ചു, റിസൾട്ട് നമ്മുടെ റാങ്കിൽ കാണിച്ചു, നമുക്ക് സങ്കടം കൂടെ ഉണ്ട്. ഇപ്പം അതോട് പറയണത് നമുക്ക് 99% മുകളിലുള്ള 350 പേരുടെയും ഫോട്ടോ കാണിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് 15 വന്ന 150 പേരെ കാണിക്കാനുള്ളൂ, 150 പേര് പുറത്ത് നിൽക്കുക. അപ്പോൾ അവർ ഞങ്ങളുടെ ഫോട്ടോ കാണിക്കാൻ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതുവരെ എല്ലാം ഫോട്ടോ കാണിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ പത്രം മുഴുവൻ ഒരു ദിവസം പത്രം മുഴുവൻ എടുത്താലും തീരത്തില്ല. ഏതാ 99 മാത്രം കഴിഞ്ഞു, 98, 97 എണ്ണം സാറ് പറഞ്ഞു, അതുപോലെ എണ്ണം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് റിസൾട്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. റിസൾട്ട് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ട് ഉള്ളിടത്ത് വന്ന് ചേർന്ന് പഠിക്കുക എന്നുള്ള കാര്യം. ബാക്കിയെല്ലാം വന്ന് ചുമ്മാ റിസൾട്ട് കിട്ടത്തില്ലല്ലോ, ചുമ്മാ വന്ന റിസൾട്ട് കിട്ടത്തില്ല. കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നു, അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഈ വർഷം 2025 റിപ്പീറ്റ് ജെയ്മെയിൻ ജെ അഡ്വാൻസ്ഡ് പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി ബ്രില്യൻറ്റിലേക്ക് വരുന്നു. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്? ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മെയ് മാസത്തിലാണ് ആദ്യമേ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. മെയ് 15 ഓടുകൂടി ഓൺലൈൻ ക്ലാസ്സുകൾ ആദ്യമേ ആരംഭിക്കുകയാണ് എല്ലാ ബാച്ചുകൾക്കും വേണ്ടി.
അതിൻ്റെ അകത്ത് നമ്മളിപ്പോഴും ആദ്യമേ ഒരു 2-3 ടോപ്പിക്കുകൾ എടുക്കുകയാണ്. മെയ് മാസത്തിൽ തന്നെ 2-3 ടോപ്പിക്ക് ആദ്യമേ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആദ്യമേ അതിന്റെ ബേസിക്സ് എടുക്കും, പിന്നെ ഒരു NCERT ലെവലില്, പിന്നെ JEE മെയിൻ ലെവല്, JEE അഡ്വാൻസ് ലെവൽ വരെ 3-4 ലെവലായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഏറ്റവും ബേസിക്സ് NCERT ലെവലില്, JEE മെയിൻ ലെവല്, അഡ്വാൻസ് ബാച്ചിന് അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് ഒരു ഉത്തരവുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാ പരീക്ഷകൾക്കും ബ്രില്യൻറ്റിലെ കുട്ടികൾ തന്നെ ടോപ്പർ വരുന്നത്? അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, JEE മെയിൻ ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ഏത് പരീക്ഷയില്ല. കാരണം സാറ് പറഞ്ഞു അവർക്ക് എല്ലാ പരീക്ഷയിലും കോച്ചിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ അഡ്വാൻസ് മാത്രമല്ല കൊടുക്കുന്നത്, IIT കോച്ചിങ് മാത്രമല്ല, JEE മെയിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, കീമിൻ്റെ കീം മോശമാണ് അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ കീമിനും എല്ലാ പരീക്ഷ നമുക്കിവിടെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ കോച്ചിങ്ങും നമുക്ക് കിട്ടിയിരിക്കും. അതായത് ഇവിടെ വരുന്ന ഒരു കുട്ടിക്ക് ഒരു നിരാശ ഉണ്ടാകരുത്, എല്ലാത്തിനും കിട്ടിയാണ് പോകേണ്ടത്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റിനടുത്ത് പോയി പഠിക്കാന്നുള്ളത് മാത്രം വിദ്യാർത്ഥി നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നത് അവർക്ക് ഇരുന്ന് പഠിക്കുകയാണ്. അതിനകത്ത് സാറ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അതിനകത്ത് ഏറ്റവും സംവിധാനത്തിൽ ആദ്യ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലാണ്. എക്സ്പേർട്ട്, നമ്മുടെ സാറന്മാർ എക്സ്പേർട്ട്, സബ്ജക്ട് എക്സ്പേർട്ടുകാർ തന്നെ നമ്മൾ പലതവണ ആദ്യം നോട്ട് ഉണ്ടാക്കി അത് നമ്മൾ സ്ക്രൂട്ടനിങ് വിട്ട് പലതവണ കാണിച്ച് എല്ലാം റെഡിയാക്കി മെറ്റീരിയൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കുള്ള മെറ്റീരിയൽ ഏറ്റവും അപ്ഡേറ്റഡ് മെറ്റീരിയൽ തയ്യാറായിരിക്കുന്നത്. അതാണ് ആദ്യം തുടങ്ങേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഓഫ്ലൈനായിട്ട് ക്ലാസ് ജൂണിലേ നമ്മൾ തുടങ്ങുന്നുള്ളൂ. അപ്പം പല കുട്ടികളും നമ്മൾ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് നേരത്തെ ക്ലാസ് തുടങ്ങാമല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പറയാം, നമുക്ക് നേരത്തെ ക്ലാസ് തുടങ്ങേണ്ട കാര്യമില്ല. കാരണം ഇനിയും പരീക്ഷകളൊക്കെ പരമ്പര തന്നെ കിടക്കുക അല്ലേ. കുസാറ്റിന്റെ പരീക്ഷ വരാനുണ്ട്, അഡ്വാൻസിന്റെ പരീക്ഷ May 26 നടക്കുന്നുണ്ട്, കീമിന്റെ പരീക്ഷ June 1 മുതൽ 9 വരെ നടക്കുക, ഐസറിന്റെ പരീക്ഷ വരാനുണ്ട്, നെക്സ്റ്റ് പരീക്ഷയുണ്ട്, ബാക്കി എല്ലാ പരീക്ഷകളും ഈ പരീക്ഷ എല്ലാം കഴിയണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിക്കാൻ വരിക വിദ്യാർത്ഥി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട്, അതായത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. ഈ വർഷം തന്നെ കിട്ടി പോവുകയാണെങ്കിൽ അവരുടെ ഏറ്റവും സന്തോഷം, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. നമ്മൾ പിള്ളേർ വരുന്നതിനേക്കാൾ ഉപരി ആ കുട്ടികൾ നന്നായിട്ട് ഈ വർഷം തന്നെ കിട്ടി പോവുകയാണെങ്കിൽ ലൈഫ് സെറ്റിൽ ആകും. എന്തിനാ ഇവിടെ ഒരു കൊല്ലം പഠിക്കണമല്ലോ, എന്തായാലും പഠിപ്പിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞാൽ, എന്നാലും ശ്രമിക്കണമല്ലോ. അപ്പൊ ഇത് ഈ ഫസ്റ്റ് ചാൻസ് തന്നെ ഈ 1 മാസം കൊണ്ട് ഒന്ന് കിട്ടി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കീമിനൊക്കെ ഒരു നല്ല റാങ്ക് കിട്ടി ഒരു കുറച്ചുകൂടെ കോൺഫിഡന്റോടുകൂടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് വരും. നമ്മൾ ആദ്യം ഇപ്പം കയറി ഓഫ്ലൈൻ ക്ലാസ് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ പരീക്ഷ എഴുതാൻ അവർ പോകണം, പരീക്ഷ എഴുതണമെന്ന് പറയണം, എല്ലാ പരീക്ഷ അവർ എഴുതണം. ഞങ്ങൾ കുട്ടിയോട് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം എടുത്താൽ പോലും നിങ്ങൾ ഇനി ഈ ഞങ്ങൾ പറഞ്ഞ പരീക്ഷകൾ, കുസാന്റെ പരീക്ഷ വരുന്നുണ്ട്, അഡ്വാൻസ് പരീക്ഷ വരുന്നുണ്ട്, ഐസറിന്റെ പരീക്ഷ, നൈസറിന്റെ പരീക്ഷ, കീമിന്റെ പരീക്ഷ, ഒരു പരീക്ഷയും കുറച്ച് കാണരുത്. ആ പരീക്ഷകളെല്ലാം എഴുതിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് പറയുന്നത്. അല്ല ആദ്യം കയറി തീരുമാനം എടുത്ത് ഫീസ് അടച്ച് കയറേണ്ട കാര്യമില്ല. നമുക്ക് സമയമുണ്ടല്ലോ, തീരുമാനിക്കാൻ സമയമുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ ചില ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഓഫ്ലൈൻ ബാച്ച് താമസിക്കുന്നത്? നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്, ആവശ്യമുള്ളത് നമ്മൾ ക്ലാസ് കൊടുത്ത് ബേസിക്കായിട്ട് ക്ലാസ് വിനോദ് സാർ പറഞ്ഞ് ക്ലാസ് കൊടുക്കുന്നു, നമ്മൾ തുടങ്ങി വെക്കുന്നു. May 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് അവർക്ക് ഉപകാരപ്രദമാണ്. പരീക്ഷകൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നത്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നത് June 12 ആണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സാർ, ഒരു വിദ്യാർത്ഥി റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു, ബ്രില്യൻ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്, JEE മെയിൻ ആയിക്കോട്ടെ, JEE അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, എല്ലാവർക്കും ആഗ്രഹം പാലായിൽ വന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സാർ, ശരിക്കും പാലായിലേക്ക് വരേണ്ടതുണ്ടോ? അതൊക്കെ ഏതൊക്കെ സെന്ററുകളിലാണ് നമുക്ക് കോച്ചിങ് ഫെസിലിറ്റീസ് ഉള്ളത്? പാലാ ബ്രില്യൻ്റ് എന്നാണ് പറയുന്നത്, അതാണ് പ്രശ്നം. പാലാ ബ്രില്യൻ്റ് യഥാർത്ഥത്തിൽ പാലാ ബ്രില്യൻ്റ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ സെന്ററുകളെല്ലാം പാലാ ബ്രില്യൻ്റ് തന്നെയാണ്. പാലാ ബ്രില്യൻ്റ് തന്നെയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെന്ററിലും ഒരു വ്യത്യാസം, കടുകും മണിയുടെ വ്യത്യാസം ഇല്ലാത്ത ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഒരുക്കി വെക്കുന്നത് കുട്ടികൾക്ക്. പാലായി വന്നാലും ഏത് സെന്ററിൽ വന്നാലും ബ്രില്യൻ്റ് കുട്ടികൾക്ക് ഒരേ ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത്. നമ്മുടെ JEE മെയിൻ്റെ സെന്ററിൽ വിനോദ് സാർ ഒന്ന് പറയാതെ. തിരുവനന്തപുരം, കൊല്ലം, പാല, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയ്ക്കൽ, കണ്ണൂർ, അങ്ങനെ 8 സെന്ററുകളിലാണ് JEE മെയിൻ ക്ലാസ്സുകൾ നടക്കുന്നത്. ഈ സെന്ററിലെല്ലാം JEE മെയിൻ ക്യാമ്പസ് ഉണ്ട്, JEE ക്യാമ്പസ് ഉണ്ട്, നീറ്റ് ക്യാമ്പസ്. ഇപ്പം നമ്മുടെ കൂടെ പറയണല്ലോ, നമ്മൾ നീറ്റ് JEE ആണ് കോച്ചിങ് നടത്തുന്നത്. അപ്പോൾ ഈ സെന്ററുകളിൽ എല്ലായിടത്തും നീറ്റ് ക്യാമ്പസും ഉണ്ട്, JEEക്ക് സെപ്പറേറ്റ് ക്യാമ്പസ് ഉണ്ട്. സെപ്പറേറ്റ് ക്യാമ്പസ്, സെപ്പറേറ്റ് ഹോസ്റ്റൽ, നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അഡ്വാൻസിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ, IITക്കാർക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ, JEE മെയിൻകാർക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ, നീറ്റുകാർക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ. നമ്മൾ സെപ്പറേറ്റ്, അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാം ഡിഫറെൻറ്റ്, നീറ്റ് വേറെ, JEE മെയിൻ വേറെ, JEE അഡ്വാൻസ് വേറെ. അപ്പോൾ അവർക്കെല്ലാം സെപ്പറേറ്റ് കിട്ടും. അപ്പോൾ അതിനകത്ത് വ്യത്യാസം. അഡ്വാൻസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് തിരുവനന്തപുരം സെൻറ്റർ ഉണ്ട്, പാല, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, 5 സെന്ററുകൾ.
നമ്മൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് പാലായിലും എറണാകുളത്ത് മാത്രമല്ല, അപ്പം കുട്ടികളും പേരൻസും എല്ലാം ഇങ്ങനെ പറയുകയാണ് മലബാറിലേക്ക് വരണം, തലസ്ഥാനത്തേക്ക് വരണം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തിരുവനന്തപുരത്ത് ഒരു സെൻറ്റർ തുടങ്ങുകയാണ്. കോഴിക്കോടും തൃശ്ശൂരും കൂടെ അഡീഷണൽ ആയിട്ട്. സാർ ഇതിനോടൊപ്പം ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് ഒന്ന് ഡിം ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും എഞ്ചിനീയറിംഗ് മെഡിക്കലിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവം. അതെ, ഏറ്റവും പ്രധാനം എൻ്റെ പ്ലേസ്മെന്റ് തന്നെയായിരിക്കും. ഏറ്റവും പ്ലേസ്മെന്റ് കാര്യങ്ങൾ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. 4 കൊല്ലം കഴിയും പഠിച്ചിറങ്ങുമ്പോൾ സ്വപ്നതുല്യമായ സാലറിയാണ് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാ കമ്പനികളിലും കുട്ടികളെ നോക്കിയിരിക്കുകയാണ് അവരെല്ലാം. നല്ല കുട്ടികൾക്ക് ഇന്ന് നല്ല പ്ലേസ്മെന്റ് ആണ് എല്ലാ രീതിയിലും കിട്ടുന്നത്. മെഡിക്കലൊക്കെ ആകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ MBBS കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കഴിഞ്ഞ് അന്ന് എസ്റ്റാബ്ലിഷ് ആയി വരാൻ 10-15 വർഷം എടുക്കും. ഇവിടെ 4-ാം വർഷം തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ നല്ല ജോലിയാണല്ലോ കുട്ടികൾക്ക് ലഭിക്കുന്നത്. 2ാം വർഷം തന്നെ അങ്ങനെയല്ല, പ്ലേസ്മെന്റ് അല്ല, ഇന്റേൺഷിപ്പ് കിട്ടി അന്നേരം ഇൻസ്റ്റേറ്റ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. നല്ല രീതി 2 വർഷം കഴിയുമ്പോൾ തന്നെ 2ാം വർഷം തന്നെ നല്ല മെഡിക്കലാണ് കയറി പോകുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിന് ഒരു ട്രെൻഡ് ഉണ്ട്, തിരിച്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററുകളിലേക്ക് ഇട്ടത്. ഭയങ്കര നല്ല തീരുമാനം തന്നെയാണ്, ഡയറക്ടേഴ്സിന് നല്ല തീരുമാനം തന്നെയാണ് സെൻറ്ററിൻ്റെ എണ്ണം കൂട്ടിയത്, അല്ലെങ്കിൽ ജെയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജെയ്ക്ക് ട്രെൻഡ് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ട്രെൻഡ് ഉണ്ട്. സാർ, ഒരു വിദ്യാർത്ഥി റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ജെയ്മെയിൻ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ബ്രില്യൻറ്റ് ചൂസ് ചെയ്തു, ബ്രില്യൻറ്റിൻ്റെ ഒരു ക്യാമ്പസും ചൂസ് ചെയ്തു. ശരിക്കും ആ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ക്ലാസ് റൂമിലും അതുപോലെ തന്നെ ഹോസ്റ്റലിലുമായിട്ട് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലാസ് റൂമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AC ക്ലാസ് റൂമുകളാണ്. AC ക്ലാസ് റൂം നമ്മുടെ സെൻറ്ററുകളിലെല്ലാം AC ക്ലാസ് റൂമുകളായിരിക്കും. പിന്നെ പാലായിൽ AC റൂമും ഉണ്ട്, നോൺ AC റൂമും ഉണ്ട്. അതാണ് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാ സ്മാർട്ട് ബോർഡുകളാണ്. സ്മാർട്ട് ബോർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ അപ്ഡേറ്റ് ആകണമല്ലോ. ഇപ്പോൾ സാർമാരെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ബോർഡ് ഉപയോഗിച്ച് എല്ലാ കാര്യം കൃത്യതയോടെ കാണിച്ച് പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും, സ്മാർട്ട് ബോർഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, മെറ്റീരിയൽസ് റെഡി വരുമ്പോഴേ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നു, ക്ലാസ്സിൽ നമ്മൾ കയറ്റിയിരുത്തുന്നു. പിന്നെ അടുത്ത ഹോസ്റ്റലിലെ കാര്യങ്ങൾ, ഹോസ്റ്റലാണെങ്കിലും AC റൂം, നോൺ AC റൂം ആവശ്യമുള്ളവർക്ക് ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഹോസ്റ്റലിലാണ് വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. ഡൗട്ട് കെയറിംഗ് സെഷൻ ആണെങ്കിലും ഹോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ലോണ്ടറി സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. വിദ്യാർത്ഥിക്ക് പഠിക്കാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. 24 മണിക്കൂറും ഡൗട്ട് കഴിഞ്ഞാൽ സാർമാർ അവിടെ ഹോസ്റ്റലിൽ സാർമാരുണ്ട്. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അവർക്ക് എന്ത് വേണം അതനുസരിച്ചാണ്. ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് അതിപ്രഗത്ഭരായ അധ്യാപകരുടെ നിര തന്നെയാണ്. മലയാളി പ്രൊഫസേഴ്സിനെ കൂടാതെ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഷങ്ങളുടെ പരിചയമുള്ള IIT കോച്ചിങ്ങിൽ വളരെ വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള അതിപ്രഗത്ഭരായ അധ്യാപകരും നമ്മുടെ ഫാക്കൽറ്റി ടീമിലുണ്ട്. പിന്നെ മെന്റർമാർ, മെന്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ലാസ്സിന്റെ സൗകര്യം പറഞ്ഞപ്പോൾ മെന്റേഴ്സ്. അപ്പോൾ നമ്മളൊരു ബാച്ചിൽ 67 കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. അങ്ങനത്തെ 2-3 ബാച്ച് സൂപ്പർ മെന്റർ ഉണ്ട്. സൂപ്പർ മെന്റർ എന്ന് പറഞ്ഞാൽ ആ മെന്റർ മാത്രമല്ല, അപ്പം 3-4 ബാച്ച് ചേർത്ത് 5 ബാച്ച് ചേർത്ത് ഒരു സൂപ്പർ മെന്റർ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെന്ററിന്റെ സപ്പോർട്ടും ഉണ്ട്, സൂപ്പർ മെന്ററിന്റെ സപ്പോർട്ടും ഉണ്ട്, കോർഡിനേറ്റർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ചെയിനിങ്ങിന് പോകുന്നത്. അപ്പോൾ അത്രയും വാച്ചബിളാണ് നമ്മുടെ കുട്ടിയുടെ ഓരോ കാര്യം എന്ന് പറയുന്നത്. അവൻ പഠിക്കുന്നുണ്ട്, അവൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പരീക്ഷയിൽ അവൻ്റെ വ്യത്യാസം മാർക്കിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ അവനെ നമ്മൾ വാച്ച് ചെയ്യുകയാണ്. റിസൾട്ട് നോക്കിയിട്ട് എന്തൊക്കെ കുറവുണ്ടെന്ന് നമ്മൾ ചോദ്യം സൂപ്പർ മെന്ററോട് ചോദിക്കുമല്ലോ. മെന്ററിന് മുകളിൽ കോർഡിനേറ്റർ ഉണ്ട്, കോർഡിനേറ്റർ ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ഡയറക്ടർ നേരിട്ടും വരികയാണ്, നേരിട്ടില്ലേ പോലും ഡയറക്ടറുടെ നോട്ട് അതിനകത്തുണ്ട്. അതാണ് ഇതിനെ സംബന്ധിച്ച് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കുട്ടികൾക്ക് ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ. അവർ ഒരിക്കലും ഇപ്പം നമ്മളെ ഹോസ്റ്റലിലൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വൈഫൈ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ടാബുണ്ട്, ടാബ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ടാബിൽ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് കാണാം. ഇ ലേണിംഗ് ആപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇ ലേണിംഗ് ആപ്പാണ്. അതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ഇങ്ങനെ കിടക്കുകയാണ്. ക്ലാസ് കാണാം, ഏത് ക്ലാസ് മിസ് എന്തെങ്കിലും കൂടുതൽ കാണണമെങ്കിൽ ഓഫ്ലൈനാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ 99% ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ്ലൈൻ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെറിയ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ കൊടുക്കും. പക്ഷെ അത് നമ്മൾ എടുത്തു കൊടുക്കുകയും ചെയ്യും. ചില കുട്ടികൾ പറയും ഈ ക്ലാസ് നമുക്ക് ഓൺലൈൻ മതി, ഓഫ്ലൈൻ വേണം. അപ്പം നമ്മൾ ഓക്കെ ഓൺലൈൻ കൊടുക്കുന്നു. ഇനി കുറച്ച് പേർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് പിന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും അതാണ് നമ്മളെ കുട്ടികൾ പറയുന്നതനുസരിച്ച് കുട്ടികൾക്ക് വേണ്ട അവർക്കറിയാം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കുക. പഠനപരമായ എല്ലാ കാര്യങ്ങളും കൊടുക്കുക എന്ന് പറയാം. സർ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. സർ, ശരിക്കും എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി? തീർച്ചയായിട്ടും നിരവധി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പാണ് നമ്മൾ കുട്ടികൾക്ക് ബ്രില്യൻറ്റിലെ അർഹരായ മെറിറ്റായ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ JMAൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ JMAന് 99% മുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ ഫ്രീ നമ്മുടെ കോഴ്സ് ഫീസ് ഫുൾ ഫ്രീ
ഹോസ്റ്റൽ ഫീസ്, അക്കോമഡേഷൻ, ഫുഡ് ഉൾപ്പെടെ മൊത്തം ഫ്രീ ആണ് കൊടുക്കുന്നത്, സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത്. അതുപോലെ 98% മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 100% കോഴ്സ് ഫീ കൊടുക്കുന്നു സ്കോളർഷിപ്പായിട്ട്. 97, 96 അങ്ങനെ 90% മുകളിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. JMAൻ്റെ കാര്യം മാത്രമേ പറഞ്ഞത്. അതുപോലെ അഡ്വാൻസിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, കീമിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, +2 മാർക്കിൻ്റെ സ്റ്റേറ്റ് CBSE IC സിലബസിൽ നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി സ്കോളർഷിപ്പുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അഡ്വാൻസിൽ വരുന്ന കുട്ടികൾക്ക്, അഡ്വാൻസിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മിനിമം ഒരു സ്കോളർഷിപ്പ് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബ്രില്യൻറ്റിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ, ഇപ്പം റെസിഡൻഷ്യൽ ബാച്ചിലോ ലോങ് ടേമിലോ ഒക്കെ പഠിച്ച കുട്ടികളുണ്ട്, അവർക്ക് 50%-ലധികം കോഴ്സ് ഫീയാണ് നമ്മൾ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത്. ഇതുകൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് മൈത്രി പ്രോഗ്രാമിലൂടെ സ്കോളർഷിപ്പ് ഫുൾ ഫ്രീയോ ഭാഗികമായോ ഒക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 3000-ലധികം കുട്ടികൾക്കാണ് ഇതിന് പ്രയോജനം കിട്ടിയിരിക്കുന്നത്. പിന്നെ കൗൺസിലിംഗ് പോകണക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് കൗൺസിലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ്, അങ്ങനെ കുട്ടികൾക്ക് ഒരു കോഴ്സും ഒന്നും അറിയത്തില്ലാത്ത കുട്ടികൾ വരുന്നവർക്ക് അതിന് വേണ്ട കരിയർ ഗൈഡൻസ്, അതിൻ്റെ ഓറിയന്റേഷൻസ് എല്ലാം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. ഭയങ്കര പോയിന്റ് ഗൈഡൻസ് പല കുട്ടികളൊന്നും ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കരിയർ ഗൈഡൻസ് കൊടുത്തു കഴിയുമ്പോൾ പറയുന്നത് ഈക്വൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന്. അത് അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് പൊക്കോളാൻ പറയും. അന്നേരം പറയുന്നത് ഇന്ന കോഴ്സ് കിട്ടിയിട്ടുണ്ട്, ഇവളൊന്ന് പറയും എനിക്ക് ഇന്നൊരു കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും ഒരിക്കലും റിപ്പീറ്റ് കാര്യം പൊക്കും. ഇപ്പോൾ ഈ വർഷം തന്നെ നല്ല കോളേജാണെങ്കിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന കോളേജ് നല്ല ടോപ്പ് കോളേജ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ധൈര്യമായിട്ട് പൊക്കുമെന്ന് പറയും. അതായത് ഒരുപക്ഷെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ചിലപ്പം ലിമിറ്റഡ് നോളജ്, ഒരു പക്ഷേ കീമിനെ കുറിച്ചായിരിക്കാം, IIT കുറിച്ചായിരിക്കാം, പക്ഷെ ഒത്തിരി കോമ്പറ്റീറ്റീവ് ഇൻഫർമേഷൻ നൽകാൻ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാർ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബ്രില്യൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്? അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ അസുഖങ്ങളൊക്കെ വരുമായിരിക്കും. നമ്മൾ 24 മണിക്കൂറും മെഡിക്കൽ ക്യാമ്പസിൽ തന്നെ ഡോക്ടറുണ്ട്. പിന്നെ നേഴ്സ് 24 മണിക്കൂർ ക്യാമ്പസിലുണ്ട്. നമ്മൾ ഈ ഹോസ്റ്റലിൽ സിക്ക് റൂമുകളുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ സിക്ക് റൂമുകളുണ്ട്. മെഡിക്കൽ എപ്പം വേണം 24 മണിക്കൂറും വണ്ടി തയ്യാറായിട്ട് ഒരു കോള്, വാർഡന്റെ കോള് ഇങ്ങോട്ട് വരുന്നു, നേരെ നേഴ്സ് അങ്ങോട്ട് ചെല്ലുന്നു, കുട്ടിയെ നോക്കുന്നു. നേഴ്സ് കുഴപ്പമില്ല, നേഴ്സിന്റെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക്. ആ രീതിയിലാണ്, ഒരു പ്രശ്നം വരത്തില്ല. 100% സെക്യൂർ. അതാണ് ഈ നോക്കണമല്ലോ നമ്മളെ കുട്ടികൾക്ക്. അതുപോലെ കൗൺസിലിങ്ങിൻ്റെ കാര്യം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരും, ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, വീട്ടിലൊക്കെ എന്തെങ്കിലും ആലോചിച്ചൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമമായിരിക്കും ആദ്യമൊക്കെ. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഇപ്പം നമ്മുടെ മെൻറ്റർ സംസാരിക്കും. ഇപ്പം നമ്മുടെ ബാച്ചുകളിൽ അതുകൊണ്ട് ഒന്ന് പറയണം, ഞങ്ങളുടെ JMAin അഡ്വാൻസ് ബാച്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭൂരിഭാഗവും മെൻറ്റർ തന്നെയായിരിക്കും വാർഡനുമായിട്ട് ഇവിടെ കാണുന്നത് ഹോസ്റ്റലിൽ. അപ്പം പിന്നെ കുട്ടികളെ ഭയങ്കര അടുത്തറിയാമല്ലോ, ആ മെൻറ്റർ തന്നെയായിരിക്കും രാത്രിയിലും കാണുന്നത്, പകലും കാണുന്നത്. അപ്പം അതുപോലെ അറ്റാച്ച്മെന്റ് ആണ്. കൃത്യം തിരിച്ചറിയാം. ചെറിയൊരു മുഖം മാറിയ കണ്ടുപിടിക്കാൻ സാധിക്കും. അന്നേരം എന്നെ പറ്റി മോനെ. അപ്പം അതനുസരിച്ച് അപ്പം ആ മെൻറ്റർ പറഞ്ഞു അത്ര നിൽക്കുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നേരെ കൗൺസിലറിലേക്ക് വിടുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇനി ഇ-ലേൺ ആപ്പിന്റെ കാര്യം പറഞ്ഞത് ഭയങ്കര അറിയാമല്ലോ, നമ്മുടെ ബ്രില്യൻറ്റ് ഇ-ലേൺ ആപ്പ് എന്ന് പറയുന്നത് കോവിഡ് വന്നതിന് ശേഷം നോളജ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എല്ലാ കുട്ടികളും പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ-ലേൺ ആപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, എക്സാമുകൾ, ക്ലാസ്സുകൾ എല്ലാം കൃത്യമായിട്ട് അത് നോക്കി കണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിന് പുറമെ അതുകൂടെ ആയി കഴിയുമ്പം ഒന്നും പറയാൻ കഴിയും. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റുപോയി, നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി. അത് നമ്മൾ നേരിട്ട് ചോദിക്കുന്നതിനേക്കാളും ഉപരി ഓൺലൈൻ ആപ്പ് വഴി അത് നമ്മൾ 24 മണിക്കൂർ നമ്മൾ സാർമാര് ഇരിക്കുകയാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പിള്ളേരെ ക്വസ്റ്റ്യൻ ഇടുന്നു, സാർമാർ സോൾവ് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു, ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സാർമാര് ഭയങ്കര മത്സരമാണ്, കുട്ടികളും സാർമാരും മത്സരമാണ്. ആരെ ജയിക്കുന്നത്? അവർ ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പ് ഇവർ ചെയ്ത് തീർക്കുക, ഇവർ ക്വസ്റ്റ്യൻ തീർക്കുന്നതിന് മുമ്പ് കുട്ടികൾ ക്വസ്റ്റ്യൻ ഇടുക. അത് ഭയങ്കരമായിട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ. അത് മാത്രമല്ല, അത് ഭയങ്കര കൂടെ സാർമാർക്ക് എളുപ്പമുണ്ടായി. ക്വസ്റ്റ്യൻസ് എല്ലാം കാണുന്ന അവർ വീണ്ടും വീണ്ടും നോക്കണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു പറ്റൂ. കുട്ടികൾക്കും ധൈര്യമായി, അവർക്ക് ഒരു സംശയമില്ല, എല്ലാം കൊടുത്ത് ക്ലിയർ ആക്കി വെക്കുന്നു. അത് എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് കാര്യം തന്നെയാണ്. നമ്മൾ ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി, ഫുഡ്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത കാര്യം ഫുഡ് ശരിയായെങ്കിലല്ലേ ഉള്ള കാര്യം. ബ്രില്യൻറ്റ് വന്നൊരു കുട്ടി മെലിഞ്ഞു പോയതായിട്ട്, ആരെങ്കിലും പോയതായിട്ട് വരാൻ പാടില്ല. അതിൻ്റെ രീതിയിലുള്ള അൺലിമിറ്റഡ് വൈഫൈ എന്ന് പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മിക്കവാറും നമ്മുടെ ഹോസ്റ്റലുകളിൽ തന്നെ ക്യാൻറ്റീനുണ്ട്, ഹോസ്റ്റലിൽ തന്നെ മെസ്സുണ്ട്, അവർക്ക് അവിടുന്ന് കഴിക്കാം. രാവിലെ കാപ്പി കുടിച്ചിട്ട് പോരുന്നു അവിടുന്ന്. ഉച്ചയ്ക്ക് ടിഫിൻ അവരുടെ ക്ലാസ് റൂമിൻ്റെ വാതിക്കൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. കാപ്പി
ഹോസ്റ്റലിൽ പോയി കുടിക്കുന്നു. ഓക്കെ. പിന്നെ ഫുഡെല്ലാം അവിടെ തന്നെ. പിന്നെ ചില ഹോസ്റ്റലുകൾക്ക് ക്യാൻറ്റീനിലായിരിക്കും ഫുഡ്. ക്യാൻറ്റീൻ നമ്മുടെ ക്യാൻറ്റീൻ്റെ സംവിധാനങ്ങൾക്ക് അറിയാമല്ലോ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്റ്റീവായിട്ടിരിക്കുന്ന ക്യാമ്പസ്, എല്ലാ ടൈപ്പ് ഏത് വെറൈറ്റി ഫുഡും കിട്ടുന്നതാണ്. കൂടുതൽ ചോയ്സ് വിദ്യാർത്ഥികൾ ക്യാൻറ്റീനിൽ കഴിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ ഹോസ്റ്റലിൽ മെനു ഉണ്ട്. നമുക്ക് ബെർലിനിന് ഒരു മെനു ഉണ്ട്, ഫുഡിന് ഒരു മെനു ഉണ്ട്. ആ മെനു പ്രകാരം എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള, അതായത് ഒരു ദിവസം ബെർലിനിലെ വിദ്യാർത്ഥി എവിടെയാണെങ്കിലും കഴിക്കുന്നത് ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിരിയാണി ആയിരിക്കും. അപ്പോൾ അവർക്ക് തോന്നണ്ട എനിക്ക് ബിരിയാണി കഴിച്ചു ചോറ് പോയി. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ചിലർ ചോദിക്കും ഹോസ്റ്റൽ അടുത്താണോ, ക്യാമ്പസിനുള്ളിലുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. ക്യാമ്പസ് എന്ന് പറയാൻ ക്യാമ്പസ് മാത്രമേ ഉള്ളൂ. ക്യാമ്പസിൽ ക്ലാസ് റൂമുകളും ക്യാൻറ്റീനും സംവിധാനങ്ങളും. ഹോസ്റ്റലല്ല അതിൻ്റെ ചുറ്റുവട്ടത്താണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ എങ്ങനെ വരും? അതല്ലേ നമ്മുടെ ബസ്സുകളുടെ പരമ്പര. ബസ്സുകളുടെ എണ്ണം 100ഓളം ബസ്സുകൾ അല്ലേ, 100 ബസ് കഴിഞ്ഞു തോന്നല്ലേ, 100 വണ്ടികൾ ബസ്സുകളിലാണ് നമ്മുടെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ നടന്നു വരാൻ ദൂരത്തുള്ള ഹോസ്റ്റലാണ് നടന്നു വരുന്നു. സ്വല്പം 1 കിലോമീറ്ററൊക്കെ അപ്പുറയാണെങ്കിൽ ഞങ്ങൾ നടത്തുന്നില്ല, നമ്മൾ ബസ്സിൽ കൊണ്ടുപോയി വിടുന്നു. അതിന് പൈസ ഒന്നും നമ്മൾ ഫ്രീ ആണ്. നമ്മുടെ ഇതിനകത്ത് വരുന്നതാണ്, ട്രാൻസ്പോർട്ടേഷൻ വേണ്ടല്ലോ. കൊണ്ടുവരുന്ന നമ്മൾ പാട്ടൊക്കെ ഒരു പാട്ട് തീരുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. ആ രീതിയിൽ ഹോസ്റ്റലിൽ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെ ആ കാര്യം എന്ന് പറയുന്നത്. സാർ, ഒരു വിദ്യാർത്ഥി ബ്രില്യൻറ്റിൽ പഠിക്കുവാണ്. ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും? ക്ലാസ്സുകളെ പോലെ തന്നെ അല്ലെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യമാണല്ലോ എക്സാമുകൾക്കുള്ളത്. ശരിക്കും എന്താണ് ബ്രില്യൻറ്റിൻ്റെ ഒരു എക്സാം സിസ്റ്റം? ഒരു സെക്കൻഡ്, അപ്പം ഞാനത് ഒന്ന് തിരുത്തുകയാണ്. ബ്രില്യൻറ്റിൽ വരുന്ന വിദ്യാർത്ഥി എത്ര സമയം ഒരു ദിവസം പഠിക്കണം, ആ ചോദ്യം കൂടെ അതിന് ശേഷം നമുക്ക് ക്ലാസ്സിനെ കുറിച്ച് എത്ര സമയം പഠിക്കണം? സാറിന്റെ അഭിപ്രായത്തിൽ എത്ര സമയം ഒരു കുട്ടി പഠിക്കണം? ഞങ്ങൾ 24 മണിക്കൂറാണ് ഉള്ളത്. ഒരു 14-15 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് കേൾക്കുന്ന കുട്ടികൾ ഓർത്തണം, വർക്ക് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ 6 മണിക്കൂർ ഉറങ്ങണം. ബാക്കി 24 6 കുറച്ച് 18 മണിക്കൂർ, ബാക്കി എല്ലാത്തിനും കൂടെ 4 മണിക്കൂർ പോകുന്നു. ഒരു 14 മണിക്കൂറെങ്കിലും പഠിക്കണമെന്നാണ് നമ്മുടെ കണക്ക്. 14 മണിക്കൂർ പഠിക്കുന്ന കുട്ടികളുണ്ട്, 12 മണിക്കൂർ പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു 14 മണിക്കൂറെങ്കിലും പഠിക്കാൻ കിട്ടുന്നുണ്ട്. അതിനുള്ള സാഹചര്യമുണ്ട്. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഡെയിലി ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും 6 മണിക്കൂർ 7 മണിക്കൂർ ക്ലാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ട്. അത് 6-7 മണിക്കൂർ, 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ ക്ലാസ്സും ഉണ്ട്. ബാക്കി 2 ദിവസം സ്റ്റഡി ലീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ തിങ്കളാഴ്ച എല്ലാ ദിവസവും പരീക്ഷയായിരിക്കും. അത് എക്സാമിലോട്ട് വരുമ്പോൾ വീക്കിലി എക്സാമിനേഷൻ. ഞങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ആലോചന വന്നു നിൽക്കുന്നത്, അഡ്വാൻസ്ഡുകാർക്ക് ഞായറാഴ്ച എക്സാം നടത്താൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശനിയാഴ്ചയും വെള്ളിയാഴ്ച ഹാഫ് ഡേയും കൊടുത്ത് 1.5 ദിവസത്തെ സ്റ്റഡി ലീവ് കൊടുത്ത് ഞായറാഴ്ച എക്സാം കൊടുക്കുന്നു. JME ബാച്ചുകാർക്ക് തിങ്കളാഴ്ച എക്സാം കൊടുക്കും. അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ പുതിയൊരു ഈ വർഷത്തെ ഒരു ചേഞ്ച് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. സാർ, ഇപ്പോഴത്തെ എക്സാമുകളെല്ലാം തന്നെ ഓൺലൈനാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പറിൽ എഴുതി എക്സാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതോ നമ്മൾ കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ എക്സാം എഴുതി പഠിക്കേണ്ടത് അത്ര അത്യാവശ്യമാണോ? ഏറ്റവും അത്യാവശ്യമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായിടത്തും നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ഓൺലൈൻ പരീക്ഷാ സിസ്റ്റം ഏതാണ്ട് 1000-1500 പേർക്ക് പാലായിൽ തന്നെ 1500 പേർക്ക് ഒരേ സമയം ഇരുന്ന് എഴുതാവുന്ന എക്സാം ഹാൾ ഓൺലൈൻ സെന്ററാണ് നമ്മുടെ ഈ ഓൺലൈൻ സെന്റർ. നമ്മുടെ ഗവൺമെന്റിന്റെ PSC പരീക്ഷയ്ക്കും പോലീസ് പരീക്ഷകൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എടുത്തിട്ട് പോകുന്നത് നല്ല സംവിധാനങ്ങളായതുകൊണ്ട്. അതുപോലെ തന്നെ ഇതേ സംവിധാനം എല്ലാ സെന്ററിലും ഉണ്ട്. കാരണം നീറ്റ് പരീക്ഷ ഓഫ്ലൈനാണ്, അവർക്ക് ആ ഒരു പരീക്ഷയുള്ളൂ. JME എല്ലാ പരീക്ഷയും കീമായിരുന്നു ലാസ്റ്റ് പരീക്ഷ ഓൺലൈൻ ആകുകയാണ്. അതുകൊണ്ട് എല്ലാ പരീക്ഷകളും ഓൺലൈൻ ആയതുകൊണ്ട് തുടക്കം മുതൽ എല്ലാ വീക്കിലി എക്സാമ്പിളും JMEന്റെയും അഡ്വാൻസ് ബാച്ചുകളിലെ എല്ലാ കുട്ടികൾക്കും ഉള്ള എല്ലാ പരീക്ഷകളും ഓൺലൈൻ തന്നെയായിരിക്കും. അത് എല്ലാ സെന്ററിലും സംവിധാനമുണ്ട്. ഓൺലൈൻ നമ്മുടെ JME ക്യാമ്പസ് ഉണ്ടല്ലോ. അപ്പൊ JME ക്യാമ്പസിൽ JME കുട്ടികൾക്ക് കൊണ്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. സാറേ, എക്സാം കഴിഞ്ഞു, വിദ്യാർത്ഥികൾക്ക് റാങ്കിനെ കുറിച്ച് അറിയണം, ബാക്കി അപ്ഡേഷൻസ് അറിയണം. എന്താണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ? പരീക്ഷ കഴിഞ്ഞാൽ അന്ന് റിസൾട്ടാണ്. റിസൾട്ടിന് ശേഷം അന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെ, ഏത് പരീക്ഷയാണെങ്കിലും അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് റിസൾട്ട് ഇറക്കും. അതിനുശേഷം അന്ന് തന്നെ വൈകുന്നേരം പേരൻസ് റിസൾട്ട് ഇവാലുവേഷൻ മീറ്റിംഗ് ഉണ്ട്. വൈകുന്നേരം പേരൻസിനോടൊപ്പം ഉള്ള റിസൾട്ട് ഇവാലുവേഷൻ മീറ്റിംഗ് ഉണ്ട്. അന്ന് തന്നെ ബാക്കി പ്രോഗ്രസ് കാർഡ് അതിൻ്റെ SMS പേരൻസിന് അയച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ സമ്മാനദാനം ഡയറക്ടേഴ്സ് ക്ലാസ്സിൽ വന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്.
ടോപ്പേഴ്സിന്. അങ്ങനെയുള്ള പക്ഷേ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതായിരിക്കും ഡയറക്ടേഴ്സ്, ക്ലാസ് കോർഡിനേറ്റേഴ്സ് വരുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. വിദ്യാർത്ഥികളുടെയൊക്കെ മുമ്പിൽ ആ ഒരു സ്റ്റാർ ആയി നിൽക്കുന്ന ഒരു പക്ഷേ അന്ന് പറഞ്ഞില്ലേ, അന്ന് തന്നെ അയച്ചാൽ ആ പരീക്ഷ രാവിലെ 3 മണി പരീക്ഷയാണെങ്കിൽ 9-12 പരീക്ഷ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞ് ഡയറക്ടർ ക്ലാസ്സിൽ കയറി പ്രൈസ് കൊടുത്തിരിക്കും. അന്നത്തെ സ്റ്റാർ വൈകുന്നേരം പേരൻസിനുള്ള മീറ്റിംഗ് അവരെ കാണിച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ പേരൻസ് മീറ്റ് പറഞ്ഞ പോലെ തന്നെ പേരൻസ് മീറ്റ് കൃത്യമായിട്ടുണ്ട്. മിക്കവാറും എല്ലാ ആഴ്ചകളിലും പേരൻസ് മീറ്റ് ഉണ്ടല്ലോ, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടല്ലോ, ഓൺലൈൻ മീറ്റിംഗ് ഓൺലൈൻ കാണുന്നുണ്ടല്ലോ. അതുകൂടാതെ ഒരു മാസം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മാസം കഴിയുമ്പോൾ ക്ലാസ് മീറ്റിംഗ് വെക്കാമല്ലോ. ആ ക്ലാസ് മീറ്റിംഗിൽ ക്ലാസ് മെന്ററും സൂപ്പർ മെന്ററോട് ഇരുന്ന് കുട്ടികളും പേരൻസിനോട് മീറ്റിംഗ് പങ്കെടുക്കാം. അതുകൂടാതെ ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് പേരൻസ് മീറ്റ് അല്ലാതെ നമ്മൾ വിളിക്കുകയും ചെയ്യും, വന്ന് കാണാൻ വേണ്ടി വിളിക്കുകയും ചെയ്യും. ഹോസ്റ്റലിൽ വന്ന് എപ്പം വേലും നമുക്ക് കാണാമല്ലോ. നമുക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ചില വിചാരിക്കും ഇവിടെ ബെർലിൻ്റെ ഹോസ്റ്റലിൽ വന്നാൽ ഇവിടെ ഒരിക്കലും പേരൻസിനെ കാണാൻ പറ്റത്തില്ല. പേരൻസിന് എപ്പം മേലും വരാം, എപ്പം മേലും പാടന്മാരെ വിളിക്കാം. പിള്ളേർക്ക് ഫോൺ ഉണ്ടല്ലോ, ഫോൺ കൊടുത്തിട്ടുണ്ടല്ലോ, ആഴ്ചയിൽ 3 ദിവസം കൊടുത്തിരിക്കുകയാണ്. വൈകുന്നേരം അരമണിക്കൂർ സമയം, അരമണിക്കൂർ 1 മണിക്കൂർ കൊടുക്കും. ഫുഡിന്റെ സമയം കൊടുത്തേക്കുക, 1 മണിക്കൂർ സമയം കൊടുത്തേക്കുക. ആ 1 മണിക്കൂറിൽ ഫുഡും കഴിക്കുക, പേരൻസിനെ വിളിക്കുക. അതായത് എനിക്ക് ഇത്രയും നേരം സംസാരിച്ചിരുന്നത് എനിക്ക് മനസ്സിലായത് വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം, സ്കിൽഡും ആണെങ്കിൽ ഏത് റേഞ്ച് വേണമെങ്കിലും എത്താൻ പറ്റുന്നു. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ബിൽഡിങ്ങിലൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ എതിരില്ലാത്ത വിജയം എന്ന് പറയുമ്പോൾ ഫോട്ടോ, നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ വരാൻ കാരണം അവർ മിടുക്കരായതുകൊണ്ടല്ലേ. അവരൊരു കഴിവുണ്ടായിരുന്നു, അവരെ മിടുക്ക് ഉപയോഗിച്ചു, നമ്മൾ സംവിധാനങ്ങൾ കൊടുത്തു ചെയ്യുന്നു. സർ, ജെയ്മെയിലും ജെ അഡ്വാൻസിൻ്റെയും ബാച്ചുകൾ ആരംഭിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം സർ പറഞ്ഞു കഴിഞ്ഞു. സർ, ശരിക്കും അടുത്ത ജനുവരിയിലാണല്ലോ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് പോർഷൻ തീരുവോ? എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? എങ്ങനെയാണ് അവരെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ? കൃത്യമായ ഒരു ഷെഡ്യൂൾ നമ്മളിലുണ്ട്. ഓരോ മാസം ഏതൊക്കെ ടോപ്പിക്കാണ് പഠിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്ന എക്സാമുകൾ, ഇതെല്ലാം ഒരു കലണ്ടർ രീതി നമ്മളിലുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഡൗട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് പരീക്ഷ എന്ന് പറയുന്നത് ജനുവരിയിലാണ്. നവംബർ 15 30 മാക്സിമം പോയി കഴിഞ്ഞാൽ നവംബർ 15 നമ്മൾ ടാർഗറ്റ് ചെയ്യും. പിന്നെ പറയാം എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നിനെടുത്ത് നവംബർ 30 എല്ലാം തീർത്തിരിക്കും. ഡിസംബർ ഫുള്ളും ജനുവരി ലാസ്റ്റിലേക്ക് ഗെയിമേ വരാൻ സാധ്യതയുള്ളൂ. 2 മാസം അവർക്ക് മോഡൽ എക്സാം, ഫുൾ മോഡൽ എക്സാമിനേഷൻ, എല്ലാം കംപ്ലീറ്റ് മോഡൽ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരീക്ഷകളെല്ലാം ഉണ്ടെന്ന് പറയും. എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജെയ്മെയിനിൽ ബാച്ചുണ്ട്, ജെ അഡ്വാൻസ് ബാച്ചുണ്ട്. എല്ലാ പരീക്ഷകളും ഓൺലൈനാണെന്ന് പറഞ്ഞു. എല്ലാ പരീക്ഷകളിലും മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ജെയ് മെയിൻ ആയിക്കോട്ടെ, ജെയ് അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, കീമർ, കുസാറ്റ്, ബിഡ്സാറ്റ്, എല്ലാ പരീക്ഷകൾക്കും മോഡൽ ആദ്യം മുതൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എല്ലാ ആഴ്ചയും നടക്കുന്നത് ചെറിയ ചെറിയ പരീക്ഷകൾ, വീക്കിലി എക്സാം. പിന്നെ 1 മാസം കഴിയുമ്പം ആ 1 മാസം തീർത്ത ടോപ്പിക്ക് ചേർത്ത് ഒരു മിനി മോഡൽ. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഓണം മോഡൽ, ക്രിസ്മസ് മോഡൽ മാത്രമല്ല ഉള്ളത്. നമുക്ക് ക്രിസ്മസ് മോഡൽ പറയാൻ പറ്റത്തില്ലോ. എല്ലാ മാസവും ടോപ്പിക്ക് തീർന്നു കഴിയുമ്പം ഒരു മിനി മോഡൽ എല്ലാം ഓൺലൈൻ പരീക്ഷയായിരിക്കും. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. റിസൾട്ട് എല്ലാം അന്ന് തന്നെ. സാർ, ഇപ്പം കോഴ്സുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ വന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം. ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ ഓൺലൈനിലുമുണ്ട്, ഓഫ്ലൈനിലുമുണ്ട്. ഏത് വിദ്യാർത്ഥി ഏത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്? ശരിക്കും ഓഫ്ലൈൻ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാൻ. ഓഫ്ലൈൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓഫ്ലൈനാണ്. പിന്നെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും വിദേശത്തൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ മാറാൻ സാഹചര്യമൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, അവരെ സംബന്ധിച്ച് ഓൺലൈൻ ചൂസ് ചെയ്യാവുന്നുള്ളൂ. എന്നാലും ഓഫ്ലൈനാണ് കൂടുതൽ കംഫർട്ടബിൾ. ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നിലനിർത്താൻ എപ്പോഴും നല്ലത് ഓഫ്ലൈൻ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കിട്ടണമെങ്കിൽ ഓഫ്ലൈനിൽ വരണ്ടേ, സെന്ററിൽ വരണ്ടേ. ഇപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല, കാരണം ഇപ്പൊ എല്ലാ സെന്ററും അടുത്തുണ്ടല്ലോ, എല്ലാ ജില്ലകളിലും നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ അത്ര ദൂരം പറയേണ്ട കാര്യമല്ലോ. ആർക്കും നമ്മുടെ ബെർലിന്റെ, പാലാ ബെർലിന്റെ, കോഴിക്കോട് പഠിക്കാമല്ലോ, പാലാ ബെർലിന്റെ, കണ്ണൂർ പഠിക്കാമല്ലോ, എവിടെയും കിട്ടുമല്ലോ. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ഓഫ്ലൈൻ തന്നെയാണ് പഠിക്കേണ്ടത്. പഠിക്കേണ്ടത് ഓഫ്ലൈൻ തന്നെയാണ്. തീർച്ചയായിട്ടും ക്ലാസ് റൂമിൽ പഠിക്കണമെങ്കിൽ ഓഫ്ലൈൻ. അത് റിസൾട്ട് നന്നായിട്ട് കിട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ തന്നെ പഠിക്കണം. അത് ബെർലിനിൽ തന്നെ വരിക. ഒരുപക്ഷെ ബെർലിനിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ കോഴ്സുകളെക്കുറിച്ചും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും കൃത്യമായ ഐഡിയ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ അയാളുടെ പേരൻസിൻ്റെയും സിറ്റുവേഷൻ. അപ്പം എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ, പേരൻസിന് ആവശ്യമായ കരിയർ ഗൈഡൻസ് ഇൻഫർമേഷൻ ബെർലിൻ്റെ നൽകുന്നത്? ബെർലിൻ്റെ യൂട്യൂബ് ചാനൽ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നല്ല റേറ്റിംഗ് നിൽക്കുന്നത്. ജെഇ ചാനലുണ്ട്, നീറ്റ് ചാനലുണ്ട്. നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും
ജയ് ചാനലിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജയ് ചാനലിൽ ഉണ്ട്. അപ്പം കുട്ടികൾക്ക് എങ്ങനെ കിട്ടും? കുട്ടികൾക്ക് യൂട്യൂബ് ഉപയോഗിക്കത്തില്ലല്ലോ എന്ന ചോദ്യം വരും. അപ്പം നമ്മൾ കുട്ടികൾക്ക് അവർ കാണേണ്ട, അവർക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള വീഡിയോസൊക്കെ അവരുടെ ഇ-ലേൺ ആപ്പിൽ ടാബിൽ അവർക്ക് കാണാം. അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന് യൂട്യൂബ് ആക്സസ് ഇല്ലെങ്കിലും എല്ലാ കണ്ടന്റും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ടന്റും അവർക്ക് കോഴ്സ് ഏത് കോഴ്സിനെ കുറിച്ച് ഏതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ക്ലാസ്സുകൾ, ഇപ്പം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അവർക്ക് ആവശ്യം സെലക്ടഡ് ആയിട്ടുള്ള വീഡിയോസ് അവരുടെ പ്രൊഫൈലിൽ കൊടുക്കും. പേരൻസിന് യൂട്യൂബ് ചാനലിലൂടെ. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ജെയുടെ എല്ലാ പരീക്ഷകളുടെയും ലൈവ് സെക്ഷൻ അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഓരോ പരീക്ഷ കഴിയുമ്പോൾ തോറും അന്ന് തന്നെ വരികല്ലേ, അന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തായിരുന്നല്ലോ. ജെയുടെ ഒക്കെ പരീക്ഷ നടന്നപ്പോൾ അന്ന് തന്നെ അതിന്റെ ലൈവ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ ഏത് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇതിപ്പം ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും 70-75% ക്വസ്റ്റ്യൻസും നമ്മുടെ സാറന്മാർ തന്നെ അവിടെ ലൈവ് കാണിച്ചു തരിക്കില്ല. അപ്പം കുട്ടികൾക്ക് അത് ചില ട്രെൻഡ് മനസ്സിലായി, ക്വസ്റ്റ്യൻ നിലവാരം മനസ്സിലായി. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും അതേ അപ്പൊ അത് ഭയങ്കര ഉപകാരപ്പെട്ടു. അത് സെക്കൻഡ് അപ്പൊ അതിന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിരിക്കുകയാണ് കീമിന്റെ എക്സാമിന് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കൂടിയാണ്. വിദ്യാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരം ചില പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അതാണ്. അപ്പം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം അത് പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഇതെല്ലാം കാണുന്ന അവർ പരിചയമായി കഴിഞ്ഞു. ബ്രില്യൻറ്റിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിചയമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എത്ര മാത്രം ഇൻഫർമേഷൻ നൽകണമെങ്കിൽ അതിന് യൂട്യൂബാണ് ഒരു പരിധി വരെ പറ്റുന്നത്. ഇപ്പം ഇതുപോലെ ഇപ്പം IIT കുറിച്ചും NIT ഇതുപോലെ കോഴ്സ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നൊക്കെ അറിയാൻ തുടങ്ങി നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. ശിവൻ സാറിന്റെ വീഡിയോ ഒക്കെ കണ്ട വിനോദ് സാറിന്റെ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് വരുന്നതുകൊണ്ടാണ് എല്ലാ അപ്ഡേറ്റ്സും ഉണ്ട്. അപ്പൊ ഇത്ര ഏത് കോഴ്സ് ഇപ്പം ശിവൻ സാറിന്റെ എല്ലാ ദിവസത്തിന്റെ വീഡിയോ, എല്ലാത്തിനും നീറ്റിന് എല്ലാം വീഡിയോ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അവർക്ക് യാതൊരു സംശയമില്ല. നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് യാതൊരു സംശയമില്ല അവർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ജെയുടെയും ഒരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഉള്ളതുകൊണ്ട് ഇപ്പം പേരൻസിനും അവർ അവയർനെസ് കിട്ടിക്കഴിഞ്ഞു. അവർ അവയറാണ്. വിദ്യാർത്ഥിയും പേരൻസും ഒരുപോലെ എല്ലാ കാര്യങ്ങളെയും അറിവ് നേടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒന്ന് കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യം കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് അറിയാം. അവർക്കറിയാം ഇന്ന കോളേജുണ്ട്, സീറ്റ് ഉണ്ടെന്ന് പറയാൻ ഉണ്ട്. ഒരുപക്ഷെ ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും നമ്മുടെ ബ്രില്യൻ പാല ചെയ്യുന്ന യൂട്യൂബ് ചാനൽ. ചില കരിയർ ഗൈഡൻസ് വീഡിയോസ് ഒക്കെ 1.5 ലക്ഷത്തിലധികം വ്യൂസ് കിട്ടിയ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നും ഓഡിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കൃത്യം മനസ്സിലായി. അവർ പറഞ്ഞിട്ട് ഒരാൾ പറയാം മറ്റേ വീഡിയോ കണ്ടോളം പറയല്ലേ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പോവല്ലേ. ക്ലാസ് ചെല്ലുമ്പോൾ സ്കൂളിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ പറയും അവർ സംശയിച്ച് ചോദിക്കുക ഏത് കോഴ്സിനാ 12ാം ക്ലാസ് കഴിയാൻ പോവല്ലേ. അപ്പൊ അന്നേരം പറയും നമ്മുടെ ചാനലിലൂടെ ബ്രില്യൻ്റെ ചാനൽ നോക്കാൻ പറയല്ലേ. ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം റെഡിയായി കഴിഞ്ഞു. മെറ്റീരിയൽ റെഡിയാണ്, ഹോസ്റ്റൽ റെഡിയാണ്, എല്ലാ സംഭവങ്ങളും റെഡിയാണ്. നിങ്ങൾ ഈ വണ്ടി കയറിയാൽ മതി. അത് ഏത് സെൻറ്ററിലാണ്, പാലാ ബ്രില്യൻറ്റിലേക്ക് ഏത് സെൻറ്ററിൽ എത്തിയാലും എല്ലാം സംഭവം റെഡിയാണ്. അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലേ സാറേ? എക്സാക്ട്ലി. brilliantpala.org എന്ന വെബ്സൈറ്റിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. അനവധി വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നത്. ഇനിയും സമയം കളയാതെ എത്രയും വേഗം അപ്ലൈ ചെയ്യുക, കോഴ്സുകൾ സെലക്ട് ചെയ്യുക, അഡ്മിഷൻ നേടുക. നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത്, പാലാ ബ്രില്യൻറ്റും ബ്രേക്ക് ചെയ്യാനുള്ളത് ബാലയുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളാണ്. എക്സാക്ട്ലി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എതിരാളി നമ്മൾ മാത്രമാണ്. നമുക്ക് വേറൊരു എതിരാളിയേ ഇല്ല. സോ ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഇതിലും മികച്ച റാങ്കുകളിലേക്ക് വരും വർഷങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാം. അപ്പം വീണ്ടും കാണാം. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം, റാങ്ക് നേടാം, വിജയിക്കാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.